ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല. അരൂരിൽ അതിഥി തൊഴിലാളികളുടെ താമസ സ്ഥലം വൃത്തിഹീനമെന്ന ആക്ഷേപം. ആക്രി വസ്തുക്കൾ പെറുക്കി കച്ചവടം ചെയ്ത് ജീവിക്കുന്ന അതിഥി തൊഴിലാളികളുടെ താമസ സ്ഥലം രോഗാതുരമായ വിധം വൃത്തിഹീനം. ആരോഗ്യവകുപ്പും പഞ്ചായത്ത് അധികാരികളും ഇവരെ ദൈനംദിനം അവഗണിക്കുന്നു. അരൂർ പഞ്ചായത്ത് 10-ാം വാർഡിൽ ചന്ദരൂർ പുത്തൻതോടിന്റെ കിഴക്കുഭാഗത്തായി കൈതപ്പുഴ കായലോരത്താണ് 10 സെന്റ് വരുന്ന ഭൂമി വാടകയ്ക്കെടുത്ത് ചെറുകുടിലുകൾ നിർമ്മിച്ച് 6 കുടുംബങ്ങളിലായി 25ഓളം പേർ കഴിയുന്നത്. പ്ലാസ്റ്റിക് മാലിന്യമടക്കം കുന്നുകൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലത്ത് തന്നെയാണ് കായലിലേക്ക് മലമൂത്ര വിസർജനവും കുട്ടികളും മുതിർന്നവരും കുളിക്കുന്നതുമെല്ലാം. കഴിഞ്ഞ ദിവസം അരൂർ SHO KG പ്രതാപ് ചന്ദ്രന്റെ നേതൃത്വത്തിൽ ഒരു മോഷണക്കേസുമായി ബന്ധപ്പെട്ട പരിശോധനയാണ് അന്യസംസ്ഥാന തൊഴിലാളികളുടെ ദുരിതപൂർണമായ അവസ്ഥ കാണുന്നത്. ഒരു മോഷണ കേസിന്റെ ഭാഗമായിട്ട് പല സ്ഥലങ്ങളിൽ ഞങ്ങൾ അന്വേഷണം നടത്തി പോകുന്ന കൂട്ടത്തിൽ അരൂർ പഞ്ചായത്തിലെ 10-ാം വാർഡിൽ നമ്മുടെ പുത്തൻതോടിൻ്റെ സൈഡോടെയുള്ള കൈതപ്പുഴ കായലോരത്ത് നമ്മൾ ചെന്നിരുന്നു. ചെന്നേണ്ട സമയത്ത് നമ്മൾ കാണാൻ സാധിച്ചതെന്ന് വെച്ചാൽ ഒരു 10 സെൻറ്റോളം വരുന്ന ഒരു ഭൂമി, അത് ഒരു കായലിനോട് ചേർന്നുള്ളൊരു ഭൂമിയാണ്. ആ ഭൂമിക്കകത്ത് 10ഓളം ഫാമിലി, 10-ൽ കൂടുതലുണ്ടെന്ന് തോന്നുന്നു, 10ഓളം ഫാമിലികൾ, അതിൽ അന്യസംസ്ഥാനക്കാരായ തൊഴിലാളികളാണ് ജീവിക്കുന്നത്. പക്ഷേ അവരുടെ ജോലി എന്ന് പറഞ്ഞാൽ ആക്രി ആയ സാധനങ്ങൾ, അത് പ്ലാസ്റ്റിക്, കുപ്പി, അങ്ങനെ നമുക്ക് വേസ്റ്റുള്ള സാധനങ്ങൾ കളക്ട് ചെയ്ത് വിൽക്കുക എന്നുള്ളതാണ് അവരുടെ തൊഴിൽ. പക്ഷേ അവിടെ ചെന്ന സമയത്ത് നമ്മൾ കണ്ട കാഴ്ച വളരെ ദയനീയമാണ്. ഒരു 2 വയസ്സ് അല്ലെങ്കിൽ 1 വയസ്സ് മുതൽ പ്രായമുള്ള കുട്ടികൾ മുതൽ 19 വയസ്സ് വരെ പ്രായമുള്ളവർ താമസിക്കുന്ന ഒരു ഭൂമിയാണ്. പക്ഷേ അവരുടെ സാഹചര്യം ഈ വേസ്റ്റ് കൂമ്പാരങ്ങളും അതുപോലെ തന്നെ പ്ലാസ്റ്റിക്, മറ്റ് മാലിന്യങ്ങളെല്ലാം ഒരുമിച്ച് അഴുകിയ രീതിയിലാണ് അവർ താമസിക്കുന്നത്. അത് വളരെ നമുക്ക് മനസ്സിന് തന്നെ ഒരു വല്ലാത്തൊരു തോന്നി. കാരണം ഈ കുഞ്ഞുങ്ങൾ, നമുക്കും കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതാണ്, കുഞ്ഞു മക്കളാണ് അവിടെ താമസിക്കുന്നത്. ആ അഴുക്കിൽ കിടന്ന് അവരുടെ ആരോഗ്യസ്ഥിതിയെയും, അതുകൂടാതെ തന്നെ ഈ പ്ലാസ്റ്റിക് കെട്ടിക്കിടക്കുന്നതുകൊണ്ട് ചൂടത്തും, അതുകൂടാതെ അവരത് കത്തിക്കുന്നുണ്ട്, അവരുടെ ആവശ്യങ്ങൾക്കായിട്ടാണെങ്കിൽ പോലും കത്തിക്കുന്നുണ്ട്, പ്ലാസ്റ്റിക് കത്തിക്കുന്നുണ്ട്, ഒരുക്കുന്നുണ്ട്, ഇരുമ്പ് അവിടെ കൂട്ടിയിട്ടിട്ടുണ്ട്. അങ്ങനെ പല തരത്തിലുള്ള വേസ്റ്റുകൾ അവിടെ കണ്ടു. അപ്പോൾ അത് നമ്മുടെ കണ്ടൽക്കാടിൻ്റെ അടുത്ത് തന്നെയാണ് കിടക്കുന്നത്. അതുപോലെ തന്നെ കൈതപ്പുഴ കായലിൻ്റെ ഓരത്താണ് കിടക്കുന്നത്. ഈ വേസ്റ്റുകളെല്ലാം അവരുടെ ദൈനംദിന ജീവിതത്തിലെ വേസ്റ്റും, അത് കൂടാതെ തന്നെ പ്ലാസ്റ്റിക്കും മറ്റു കാര്യങ്ങളും വേസ്റ്റുകളെല്ലാം പോകുന്നത് കൈതപ്പുഴ കായലിലേക്കാണ്. അത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ തന്നെ പ്ലാസ്റ്റിക് ഷീറ്റ് മേഞ്ഞതും ചെറുകാറ്റിൽ നിലംപതിക്കാവുന്നതുമായ ചെറുകുടിലുകളിലാണ് കൈക്കുഞ്ഞുങ്ങളടക്കം തിങ്ങി ഞെരുങ്ങി കഴിഞ്ഞുകൂടുന്നത്. ചുറ്റും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, ബിയർ കുപ്പികൾ, പ്ലാസ്റ്റിക് കുപ്പികൾ, കടലാസുകൾ, ചാക്കുകൾ എന്നിങ്ങനെ അലക്ഷ്യമായി കൂട്ടിയിട്ടിരിക്കുന്നു. ഒപ്പം ഇവരുടെ ഭക്ഷണാവശിഷ്ടങ്ങളും വളർത്തുപക്ഷികളുടെ കാഷ്ടവും കുഴഞ്ഞുമറിഞ്ഞു കിടക്കുന്നു. സാംക്രമിക രോഗബാധ പടരാവുന്ന അന്തരീക്ഷത്തിലാണ് ഇവരുടെ വാസം. തരംതിരിച്ച പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ചാക്കുകളിൽ നിറച്ച് അടുക്കി വെച്ചിട്ടുണ്ട്. വിറ്റുപോകാത്ത മാലിന്യങ്ങൾ ഇവർ കായലിൽ വൻതോതിൽ തള്ളുന്നതായി പറയപ്പെടുന്നു. ഇവരുടെ വിസർജ്യങ്ങളും നിർബാധം കായലിലേക്ക് ഒഴുക്കുന്നുണ്ടെന്നും ആക്ഷേപമുണ്ട്. ചന്ദരൂർ സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ വാസസ്ഥലം. ഇയാൾ ഇവർക്ക് വാടകയ്ക്ക് നൽകിയതാണ്. ഇദ്ദേഹത്തിനും പോലീസ് നോട്ടീസ് നൽകിയതായി പറയുന്നുണ്ട്. മാലിന്യങ്ങൾ അടിയന്തരമായി നീക്കം ചെയ്യാൻ നടപടിയെടുക്കണമെന്ന് പോലീസ് പഞ്ചായത്ത് അധികാരികൾക്കും സ്ഥലം ഉടമയ്ക്കും നോട്ടീസ് നൽകിയതായി പറയുന്നു. മഴക്കാലത്തോടെ മാലിന്യങ്ങൾ ഒഴുകി പരന്ന് കായലിലേക്കെത്തും. ന്യൂസ് ബ്യൂറോ, അരൂർ.